വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നു പകൽ പരിശുദ്ധാത്മാവ് നമ്മെ ആലോചനയാൽ ഉറപ്പിക്കുകയാണ്. നിത്യജീവനെ പിടിച്ചുകൊള്ളുക, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് പോലും നിത്യജീവന് വേണ്ടിയാണ്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശിഷ്യനായ തിമോഥെയോസിനോട് പറയുന്നു, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിക്കുക. പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം എന്തിനെയാണ് മുറുകെ പിടിക്കേണ്ടത്? തിരുവചനം പറയുന്നു, നിത്യ ജീവനെ മുറുകെ പിടിക്കുക. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ക്ഷണികമാണ്. അത് ഏറെ ആയാൽ 80 വർഷം. എന്നാൽ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് നിത്യ ജീവനാണ്. യേശു ഈ ഭൂമിയിൽ വന്നതും നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചതും നമുക്ക് നിത്യജീവൻ ലഭിക്കേണ്ടതിന് വേണ്ടിയാണ്. നിത്യജീവനെ പിടിച്ചുകൊള്ളുക, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് പോലും നിത്യജീവന് വേണ്ടിയാണ്. ഇന്ന് പകൽ നാം ഓരോരുത്തരും കഷ്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ലോകം മുഴുവൻ യുദ്ധഭീതിയിലൂടെ കടന്നു പോവുകയാണ്. അനേക പ്രിയപ്പെട്ടവർ വലിയ നഷ്ടങ്ങളെ അഭിമുഖീകരിക്കുന്ന സമയമാണ്. ക്ഷാമം ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന സമയമാണ്. നാളെ എന്താകുമെന്നൊരു ആകുല ചിന്തകൾ സകലയും ബാധിക്കുന്നുണ്ട്. ഇന്ന് പകലും അനേകർ ഭാരങ്ങളെ ചുമക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമുക്കൊരാലോചന തരുന്നു. ഭാരപ്പെടണ്ട, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണ്. നാം ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ്. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാണ്. കാഹളം ധ്വനിക്കും. നമുക്ക് വാക്ക് തന്നു പോയ നമ്മുടെ കർത്താവ് മടങ്ങി വരും. യേശു മടങ്ങി വരും. യേശു പ്രത്യക്ഷനാകും. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ പ്രത്യാശ. ഈ ഭൂമിയിൽ ഇനി കഷ്ടങ്ങൾ ഏറി വരികയാ, യുദ്ധങ്ങൾ ഏറി വരികയാ, ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ ഏറി വരികയാ. എന്നാൽ ദൈവം നമുക്ക് നൽകിയൊരു പ്രത്യാശയുണ്ട്, ഞാൻ മടങ്ങി വരും. എന്താണ് നമ്മുടെ പ്രത്യാശ? യേശു മടങ്ങി വരുമ്പോൾ മർത്യമായ ഈ ശരീരം അമർത്യതയെ ധരിക്കും, ക്ഷയമുള്ള ഈ ശരീരം അക്ഷയതയെ ധരിക്കും. തേജസ്സുള്ള വാടാത്ത കിരീടം ദൈവം നമുക്ക് തരും. തേജസ്സുള്ളൊരു ശരീരം ദൈവം നമുക്ക് തരും. കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, മരണമില്ലാത്ത ഒരു വീട്ടിലേക്ക് നാം പ്രവേശിക്കും. പ്രിയപ്പെട്ടവരെ, അവിടെ കഷ്ടതയില്ല. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാ. അത് നിത്യമാ. അതിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാ. അതിനു വേണ്ടിയാ ദൈവം നമ്മെ വിളിച്ചത്. ഇവിടെ എത്ര വലിയ സമ്പത്തുണ്ടായാലും, എത്ര വലിയ മാളികയുണ്ടായാലും, എത്ര വലിയ ഉന്നത പദവി ഉണ്ടായാലും അതെല്ലാം ക്ഷണത്തിൽ അവസാനിക്കും. എന്നാൽ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നിത്യമാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, വിശ്വാസം മുറുകെ പിടിക്കണം, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതണം, നിത്യജീവനെ പിടിക്കണം, നിത്യജീവനെ പിടിക്കണം. അതേ, പുഴുവും തുരുമ്പും കെടുക്കാത്ത
കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാത്ത സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപമുണ്ട്. ദൈവനാമത്തിനു വേണ്ടി നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്വർഗത്തിലെ നിക്ഷേപമാണ്. ദൈവനാമത്തിൽ നിങ്ങൾ കുടിക്കാൻ കൊടുക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം പോലും സ്വർഗത്തിൽ നിക്ഷേപമാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തെ ഉയർത്തണം, സുവിശേഷം പറയണം. നിങ്ങളുടെ നാവിൽ ജീവനിരിക്കുകയാണ്. നിങ്ങളുടെ ദേശത്തോട് വിളിച്ചു പറയണം, അയൽവാസികളോട് പറയണം, കൂട്ടുകാരോട് പറയണം. സമയം വളരെ കുറവാണ്. അവരൊക്കെ ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ നാശത്തിൻ്റെ പാതയിൽ തന്നെയാണ്. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ ഒരു നാമമില്ല. യേശുവാണ് നമ്മുടെ പാപം ചുമന്നത്. യേശുവാണ് ലോകരക്ഷകൻ. പ്രിയപ്പെട്ടവരെ, ഇത് അന്ത്യ നാഴികയാണ്. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദേശത്തോട് സുവിശേഷം വിളിച്ചു പറയണം. കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ്. സമയം തക്കത്തിൽ ഉപയോഗിക്കാം. വിശ്വാസത്തിൻ്റെ നല്ല പോർപ്പൊരുതാം. നിത്യ ജീവനെ പിടിക്കാം. അതിനായിട്ടാണ് നാം വിളിക്കപ്പെട്ടത്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.